ശ്രീ ശബരിമല ധർമ്മശാസ്താവിന് അണിയിക്കുവാനാണ്, മണ്ഡലപൂജയ്ക്ക് അണിയിക്കുവാനാണ് തിരുവിതാംകൂർ മഹാരാജാവ് ഇത് സമർപ്പിച്ചത്. പക്ഷേ ശബരിമല ക്ഷേത്രത്തിൽ അത് സൂക്ഷിക്കുവാനുള്ള സംവിധാനങ്ങളില്ലാത്തതുകൊണ്ടാണ് ഇത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ സൂക്ഷിക്കുന്നത്. ആറന്മുള വിഷ്ണുമായിൽ പിറന്ന എന്നുള്ള സങ്കല്പമാണല്ലോ, അതുകൊണ്ട് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലാണ് സൂക്ഷിക്കുന്നത്. അത് മണ്ഡലപൂജയ്ക്ക് 3 ദിവസം മുമ്പ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തങ്കയങ്കി ഘോഷയാത്ര ആരംഭിച്ച് അവിടുന്ന് അന്നത്തെ ദിവസം ഓമല്ലൂർ ക്ഷേത്രത്തിൽ തങ്ങുകയും 2-ാം ദിവസം നമ്മുടെ കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ ഘോഷയാത്ര സമാപിക്കും. ഭക്തജനങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 3-ാം ദിവസം പെരുനാട് ശാസ്താക്ഷേത്രത്തിൽ സമാപിക്കുകയും 26-ന് രാവിലെ 4-ാം ദിവസം രാവിലെ പമ്പയിൽ വലിയ സ്വീകരണത്തോടുകൂടി തങ്കയങ്കിയെ വലിയ സ്വീകരണത്തോടുകൂടി സ്വീകരിച്ച് ശബരി പീഠത്തിൽ ദേവസ്വം ബോർഡ് അധികൃതർ അതിനെ സ്വീകരിച്ച് വീണ്ടും 18-ാം പടി കയറി സോപാനത്തിൽ എത്തുകയും അവിടെ നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും മറ്റ് എല്ലാവരും കൂടി തന്ത്രിക്ക് മേൽശാന്തിക്ക് കൈമാറി മേൽശാന്തി തങ്കയങ്കി അവിടെ ദീപാരാധന നടത്തുകയും ചെയ്യും. തിരുവിതാംകൂർ രാജാവിന് അയ്യപ്പനോടുള്ളൊരു ഭക്തിയുടെ ഭാഗമായിട്ടാണ് തിരുവിതാംകൂർ മഹാരാജാവിന് ശബരിമല ധർമ്മശാസ്താവിനോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി, അദ്ദേഹത്തിന് പല അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കാം, വിശ്വാസത്തിൻ്റെ ഭാഗമായി അദ്ദേഹമാണ് ഈ തങ്കയങ്കി സമർപ്പിച്ചത്. 451 കിലോഗ്രാമുള്ള തങ്കയങ്കി സമർപ്പിച്ചത്. തങ്കയങ്കി എന്ന് വെച്ചാൽ അയ്യപ്പൻ്റെ അതേ രൂപം അല്ലേ? അയ്യപ്പൻ്റെ അതേ രൂപം തന്നെയാണ്. ഞാനാണ് അവിടുന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും എല്ലാവരും കൂടിയാണ് ഇത് കൈമാറിയത്. വിഗ്രഹത്തിന് ചാർത്താനുള്ളത് അതിൽ അതേ രൂപത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് സ്വർണ്ണപീഠവും കിരീടവും തങ്കയങ്കി, പീഠം, പാദകം, മാടകി, കയ്യുറ, മുഖം, കിരീടം എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെയാണത് കൊണ്ടുവരുന്നത്. വളരെ നല്ല ഘോഷയാത്രയാണ്. എല്ലാ ദിവസവും ഭക്തജനങ്ങളുടെ ആയിരക്കണക്കിന് ഭക്തകളുടെ തിരുവാഭരണത്തിന് കിട്ടുന്ന അതേ ഘോഷയാത്ര പിന്നെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇത് നാളെ ഉച്ചയ്ക്ക് പമ്പയിലെത്തുന്നത്.